and gentlemen, hearty welcome to all of you for this wedding reception ceremony of our blessed couples, Ravin and Navya. ആദിയിൽ ദൈവം തീരുമാനിച്ചതുപോലെ നമ്മുടെ സമ്മതത്തോടും നമ്മുടെ എല്ലാവരുടെ പിന്തുണയോടും കൂടി റവിൻ നവ്യയെ താലി ചാർത്തി ഇന്നിതാ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ മറ്റെല്ലാ കല്യാണ ചടങ്ങുകളെ അപേക്ഷിച്ച് ഇന്നത്തെ ഒരു ചടങ്ങിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് സ്നേഹവിരുന്നിലേക്ക് കിടക്കുക. ദ ഫസ്റ്റ് ടൈം ഓഫ് ദി ഹിസ്റ്ററി എവർ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ റിസപ്ഷനിലേക്ക് പോവാണ്. സോ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബന്ധുജനങ്ങളുടെയും സമ്മതത്തോടു കൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. റിസപ്ഷനായിട്ട് നമുക്ക് എല്ലാവർക്കും ആ കവാടത്തിലേക്ക് ഇവരെ ആനയിച്ച് എല്ലാം ഉൾട്ട തിരിച്ച് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സോ ഐ വെൽക്കം യു ഓൾ ഫോർ ദിസ് റിസപ്ഷൻ. പ്ലീസ് നിങ്ങൾ എല്ലാവരും എൻട്രൻസിൻ്റെ അവിടേക്ക് എല്ലാ ബന്ധുജനങ്ങളും എല്ലാ സ്നേഹിതരും നിങ്ങൾ ബന്ധുജനങ്ങളും അവരുടെ പിന്നാലെ അവരെ ആനയിച്ച് ഈ വേദിയിലേക്ക് വരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. So everyone. Dol parakada mamatiya ada mamatiya jetadekku kodi parakada mamatiya ada mamatiya etavuda kala kala kada mamatiya ada mamatiya pakavuda pada parakada mamatiya ada mamatiya mamatiya are mamatiya alayure nadama manasa katte putama ona pole yaru mella mama tanjavure rasada tharalama tandanga manasu kulla yavanu illa rama. Wash your hands, keep a safe distance, and if necessary, wear the mask. This function is under following strictly the government rules. അതുകൊണ്ട് മാസ്ക് ഇട്ടോണം, ഗ്യാപ്പ് ഇട്ടോണം, പിന്നെ എന്ത് വേണം, സോപ്പ് ഇട്ടോണം. സോ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സെറമണിയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് എന്താ ദിവസം? എനിവൺ ക്യാൻ ഗസ്? ഇത് ഓണക്കാലാണ്. അപ്പൊ ഇന്ന് എന്താണ് ദിവസം? ഞായർ എന്നതിനേക്കാളും ഇന്ന് എന്താണ് ദിവസം? ഉത്രാടം. യെസ്, എക്സാക്ട്ലി. സോ ഇന്ന് ഉത്രാട പാച്ചിലിൽ നിൽക്കുന്ന ഒരു സമയത്ത് റവിൻ നമ്മുടെ നവ്യെ താലി ചാർത്തി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവാഹം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേദി ധന്യമാക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി VIP ഗസ്റ്റുകളുണ്ട്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ദ ലവ്ലി പാരന്റ്സ് ഓഫ് നവ്യ, മിസ്റ്റർ തോമസ് ആൻഡ് മിസ്സസ് സോഫി തോമസ് ടു ദി സ്റ്റേജ്. സോ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്ക്. This very good loving parent and റവിനെ പൊന്ന എന്ന് വിളിക്കുന്ന റവിന്റെ സ്വന്തം മമ്മി റജീന, മിസ്സസ് റജീന, and റവിൻ all in all, our beloved uncle Chingat to the stage. So with your permission നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ നന്നായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സർപ്രൈസിങ് ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി റെഡി ആയിട്ടിരുന്നോ. ഈ സെഷൻ മുഴുവനും ശ്രദ്ധിച്ചിരിക്കണം. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ദി ഫംഗ്ഷൻ. തുടങ്ങട്ടെ? ഓക്കെ. സോ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് മാല ചാർത്തലാണ്. വിവാഹത്തിന്റെ ഒരു കാതലായ കാര്യമാണ് പരസ്പര വിധേയത്വം. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ്. ബൈബിളിൽ തന്നെ ഇക്കാര്യം വലിയൊരു സംഗതികളോടൊക്കെ കൂടി ബൈബിളിൽ പറയുന്നുണ്ട്. സോ ഇവരുടെ ഒരു പരസ്പര വിധേയത്വത്തിനെ സാക്ഷ്യപാത്രമായി റവിനും നവ്യയും ഇപ്പോൾ പരസ്പരം മാല ചാർത്തുകയാണ്. ഒരു നല്ല കൈയടി പ്ലീസ്. സോ വെരി നൈസ്. റവിനും നവ്യയും പരസ്പരം ഐക്യത്തിന്റെയും വിധേയത്വത്തിന്റെയും പ്രതീകമായി ഇപ്പോൾ ഇതാ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ മീശമാധവൻ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ റവിൻ എന്താണ് നവ്യയുടെ കാതില് പാടാൻ ഉദ്ദേശിക്കുന്ന ഒരു പാട്ട്? ഇത് കാതിൽ പാടിയ പോലെ ലൈവായിട്ട് പാടും. ഈ ഒരു സമയത്ത് ഇത്രയും നല്ലൊരു സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തില് നീ നവ്യയുടെ കാതിൽ പാടാൻ ആഗ്രഹിക്കുന്ന
കേൾക്കുന്ന പാട്ട് ഞങ്ങൾക്ക് എല്ലാവരും അതിലല്ല എല്ലാവർക്കും കേൾക്കാനായിട്ട് തന്നെ പാടാം. ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം ഈ പാട്ട് കേൾക്കുമ്പോ തിരിച്ച് നമ്മൾ ഉത്തരം പറയണ്ടേ? അതല്ല അതിന്റെ ഒരു ശരി. അപ്പൊ നവ്യ എന്ത് പാട്ടായിരിക്കും തിരിച്ച് റവിനോട് പാടുക? അഞ്ച് പാടും. അവള് ബംഗാളി പാട്ടാ പാടുക, മനസ്സിലാവും. ബംഗാളി അല്ല, പക്ഷെ ഹിന്ദി പാട്ട് പാടാം. കഭി കഭി तुझको बनाया गया तू बस तेरे सितारों में बस रही थी कहीं तुझे ज़मीन पे बुलाया. So very big thank you for you. അപ്പോൾ അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ മാല ചാർത്തി കഴിഞ്ഞടുത്ത് നമ്മൾ മധുരം കൊടുക്കാൻ പോകണം. അപ്പൊ മധുരം കൊടുക്കുമ്പോൾ ഇവര് പരസ്പരം മധുരം വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു കാർന്നവന്മാര് വന്ന് മധുരം കൊടുക്കുന്നില്ലേ. അപ്പൊ ഇവർക്ക് മധുരം നൽകി സ്വീകരിക്കുന്നതിനായി സണ്ണി അച്ഛനെ റവിന്റെ മച്ചുന്ന് ഞങ്ങൾ വിളിക്കുകയാണ്. സോ സണ്ണി അച്ഛൻ റവിനും ഇവർക്ക് മധുരം കൊടുക്കും. അപ്പൊ അവരുടെ പരസ്പരം മാതാപിതാക്കളും ഇനിയൊരു ചാൻസ് അവർക്ക് ജീവിതത്തിൽ കിട്ടില്ല. അത്രയും സിംബോളിക് ആയിട്ടുള്ള വെഡിങ് കേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആങ്ങളയ്ക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കണേ. സോ ലെറ്റ്സ് കട്ട് ദ കേക്ക്. ഇനി കട്ട് ചെയ്യണേക്കാളും മുന്നൊരു കാര്യം, റവിനാണ് കേക്ക് കട്ട് ചെയ്യുക, മധുരം കൊടുക്കുന്നത് സണ്ണി അങ്കിളായിരിക്കും. റവിൻ കട്ട് ചെയ്യണ കേക്കിന്റെ എത്ര കട്ട് വരുന്നുണ്ടോ അത്രയും കട്ടിലായിരിക്കും കുട്ടികൾ ഉണ്ടായിരിക്കും എന്നുണ്ട്. റവിനിപ്പോ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഞാൻ സസ്പെൻസ് പൊളിച്ച റവിൻ എത്രയാണെന്ന് വെച്ചാൽ നീ ആ കട്ടൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, കാരണം ഇറ്റാലിക് സിംബോളിയലാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എത്ര കട്ട് അനുസരിച്ചിട്ട് എത്ര കുട്ടികൾ ഉണ്ടാവുന്നത്. ഓക്കെ, ചെക്കന് മധുരം കൊടുക്കട്ടെ. ആ ഒറ്റ പ്രശ്നം ഓക്കെ ഉണ്ട് കേട്ടോ. ചെക്കന് മധുരം കൊടുക്കട്ടെ. ചെക്കന് മധുരം കൊടുക്കട്ടെ. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. എന്താ പെണ്ണിന് ശബ്ദം പോരല്ലോ? പെണ്ണിന് മധുരം കൊടുക്കട്ടെ. പെണ്ണിന് നവ്യക്ക് മധുരം കൊടുക്കട്ടെ. ഓക്കെ, 6 എണ്ണും എന്ന് വെച്ചാൽ റവിൻ ആൻഡ് നവ്യ. ഈ 6 എണ്ണിനെ റവിൻ നവ്യ അല്ലാതെ വേറെ എന്തെങ്കിലും പേര് വെച്ച് ഒരു ലോഗോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? N for നവ്യ. അങ്ങനെ ആദ്യം റവിനെന്ന് പറയട്ടെ. നിങ്ങളുടെ പ്രശ്നമോ? നിങ്ങൾ എന്താണ് ആരെങ്കിലും കാണുന്നത്? ഇതിനെ നവ്യയില്ലാതെ അയ്യോ അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. ആ എന്തെങ്കിലും R4 N4 എന്ന് പറയാം മുൻപ്. N4 രവിനെ കണ്ട ന്യൂസൻസ്. R4 R for Royal, N for കാണികൾ ആർക്കെങ്കിലും റോയൽ ലൂയിസൻസ് അവരെന്നെ പറഞ്ഞു. ഇവരെ താഴ്ത്താൻ പാടില്ല. നമുക്ക് നല്ല രീതിയിൽ റോയൽറ്റിയിൽ കൊടുക്കാം. ശനിവാൻ രാഗം ആൻഡ് നാട്യം. രാഗം ആൻഡ് നാട്യം. റിച്ച് ആൻഡ് നോട്ടി. അപ്പൊ ഗ്രേസ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും കൂടിയുള്ള ഒരു ക്ലബ് ചെയ്ത ആൻസർ ആണ് റിച്ച് ആൻഡ് നോട്ടി, റോയൽ ആൻഡ് ന്യൂസൻസ്, രാഗം ആൻഡ് നാട്യം. അപ്പൊ ഇതിൽ ഏതാ നിങ്ങൾ പ്രിഫർ ചെയ്യണേ? നീ പറഞ്ഞ നിനക്ക് സമ്മാനം തരില്ലേ ഞങ്ങള്? നിനക്ക് സമ്മാനം തരില്ലേ ഞങ്ങള്? പക്ഷേ I given the definition as royal and noble. Can you accept it? Royal Revin and noble Navya is noble. There this pair is royal and noble. അപ്പോ തീരുമാനിച്ചിട്ട് ഈ നവദമ്പതികൾക്കുള്ള ഗിഫ്റ്റ് സമ്മാനിക്കുന്നത് തോമസ് അങ്കിളാണ്. സോ ലെറ്റ് us have
5 കഷ്ണം 5 കഷ്ണം. അപ്പൊ കോഴിക്കോട്ടെ ഫാമിലിയും കടത്തി വെട്ടിക്കും ഇവരുടെ ജനറേഷൻ. ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ചടങ്ങിലേക്ക് പോവാണ്. തിരി തെളിയിക്കലാണ്. ഒരു പുത്തൻ പ്രതീക്ഷയുടെ നിലാവട്ടവുമായിട്ടാണ് ഇവരോട് നിൽക്കുന്നത്. എല്ലാ ജീവിതത്തിലും പ്രകാശം പകരാനായിട്ട് ഇവരിത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആദ്യം തിരി തെളിയിക്കാൻ പോകുന്നത് റെവിനും നവ്യയും ഒരുമിച്ച് കൂടി നടുവിലത്തെ തിരി തെളിയിക്കും. പിന്നെ റെവിന്റെ ഫാമിലി, പിന്നെ നവ്യയുടെ ഫാമിലി ആയിട്ട് തിരി തെളിയിക്കും. റെവി ആൻഡ് നവ്യ, ബുദ്ധിമുട്ടുകളിലും ആപത്ഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ധൈര്യം പകർന്നു കൊടുത്ത് രണ്ട് കൂട്ടരുടെയും മാതാപിതാക്കൾ ഇതാ ഇപ്പോൾ തിരി തെളിയിക്കുകയാണ്. ഇവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കാൻ നമ്മൾക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. റെവിൻ നവ്യനെ പെണ്ണ് കാണാൻ പോയി. അപ്പൊ സ്ഥലം ചേരനല്ലൂര്, കാലടി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം. ഓക്കെ, ജനറൽ ആയിട്ട് ഈ റീജിയൻ തിരിക്കുകയാണ്. ആ സ്ഥലത്തെ കുറിച്ച് ആദ്യം കേട്ടപ്പോൾ നവ്യ ഈ ഒരു കാലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോൾ ആദ്യം റെവിന്റെ മനസ്സിലേക്ക് വന്ന കാര്യം എന്താണ്? ഇത് സമ്മാനം കേട്ടോ. ഇതിന് സമ്മാനമില്ല, എന്താണ്? പറഞ്ഞ പോലെ എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോ ഇറ്റ് വാസ് ലൈക്ക് ചേരാൻ നല്ല ഊര്. സോ അപ്പൊ എങ്ങനെയാണോ ആ പേര് വന്നത് അതുപോലെ തന്നെയാണ് അവനെല്ലാം ടെക്നോളജിക്കൽ വൈസ് ഹി വാസ് വെരി ഗുഡ്, ബ്രില്യൻ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ഞാൻ കുറെ പുകഴ്ത്തുന്നതിന് എനിക്കിതൊക്കെ തരണട്ടോ റെമ്യൂണറേഷൻ ആഫ്റ്റർ ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫോർ നവ്യ. തൃശ്ശൂർ എന്ന് കേട്ടപ്പോൾ റെവി തൃശ്ശൂർ. ഓക്കെ, ദിസ് ഗായ് വിൽ ബി ലൈക്ക് ദിസ് ആംബക്കർ. ഹൗ യു ഫീൽ ലൈക്ക് ദാറ്റ്? കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ ഹോസ്റ്റലിൽ 4-5 പിള്ളേരുണ്ടായിരുന്നു തൃശ്ശൂർ. ഒരു കാര്യം പിടികിട്ടാത്തത് അവിടെ സ്ലാങ് ആണ്. അപ്പൊ അത് ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ, ബട്ട് തൃശ്ശൂർ പൂരം. സോ നവ്യ നല്ലൊരു ആൻസർ ആണ് പറഞ്ഞത്. ഫസ്റ്റ് കേൾക്കുമ്പോൾ തോന്നുന്നത് തൃശ്ശൂർ പൂരമാണ്. സോ both is very good answers. ഇതിന് സമ്മാനമൊന്നുമില്ല, just for pass. പിന്നെ ഞങ്ങളുടെ ഭാഷയിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമോ? ഞങ്ങൾ ഭയങ്കര സ്പീഡാണ് സംസാരിക്കണില്ലേ, എന്ത് പറഞ്ഞാലും ഒരു തേങ്ങാക്കോല അവസാനം ഉണ്ടാവും. സോ അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് കളഭം ചാർത്തുന്നതാണ്. ഓക്കെ, ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് കളഭം ചാർത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കേട്ടോളൂ. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് കളഭം ചാർത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ കളഭം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചന്ദനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എനിവൺ ക്യാൻ ഗെസ് ദ ആൻസേഴ്സ്. ചന്ദനത്തിന്റെ പ്രത്യേകതകൾ. ചന്ദനം, പരിശുദ്ധി. അതെന്തുകൊണ്ട് മീൻ ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പരിശുദ്ധി. ചന്ദനം നമ്മൾ എന്തിനാ തൊടണം? നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടും. തണുപ്പുള്ള സാധനമാണ്. അപ്പൊ ഈ ആൻസറിന് ഉത്തരം കറക്റ്റ് ആക്കാൻ പറ്റുമോ? സ്മെല്ലേ. പരിശുദ്ധി, ഐശ്വര്യം, ഭംഗി. അപ്പൊ ഇതിൽ ഏത് ആൻസർ? അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. ചന്ദനം എന്ന് വെച്ചാല് നൈർമല്യമാണ്, കുളിർമയാണ്, സുഗന്ധമുള്ളതാണ്, പരിശുദ്ധിയുള്ളതാണ്. ഇങ്ങനെ കുറെ സംഗതികൾ നിറഞ്ഞതാണ് എന്ത്? കളഭം. അപ്പൊ ഇതിൽ ആർക്കും നമുക്ക് സമ്മാനം കൊടുക്കാം? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആർക്ക് കൊടുക്കാം? പരിശുദ്ധി, നൈർമല്യം. ലെറ്റ്സ് കം ടു ദി സ്റ്റേജ്. ആരാ പരിശുദ്ധി നൈർമല്യം പറഞ്ഞേ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഓള് വായിച്ച് എഴുതി ഒരുങ്ങിയത് അമ്മ കണ്ടിട്ടോ? നൈർമല്യത്തിന്റെ സൂചകമായി പൊതുജീവിതത്തിലേക്ക് പരിശുദ്ധിയോടെ കടക്കുന്നതിനായി കളഭം ചാർത്തുകയാണ്. ഈ ഹൃദയ പരിശുദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ. ക്രൈസ്തവർക്ക് സുപരിചിതമായ ഒരു കല്യാണ കഥയുണ്ട്. എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ നല്ലൊരു സ്നേഹവിരുന്ന് വീണ്ടും. എന്നാ ശരി, എത്രാമത്തെ അധ്യായമാണ്? ഓക്കെ, കം ഓൺ. അന്നേരം കണക്ക് പറഞ്ഞില്ലേ? നവ്യെ ഞങ്ങൾക്ക് തന്ന നവ്യയുടെ അപ്പനമ്മയ്ക്ക് ആ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാല് ഈ ഒരു കാനായിലെ കല്യാണ വിരുന്നിനെ പോലെ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഒരു കല്യാണം സെറിമണി എന്ന് പറയുന്നത്
പരസ്പരം വീഞ്ഞു കുടിച്ച് ജീവിതത്തിന്റെ ലഹരി പങ്കിടാൻ തുടങ്ങുന്ന രണ്ടുപേരാണ്. സോ ഇവര് വീഞ്ഞു കുടിക്കാനായിട്ട് പോവാണ്. ക്രോസ് ചെയ്ത് പതുക്കെ ഒറ്റ വലിക്ക് ഫുള്ള് കുടിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻ കുടിക്കണേന് ഒരു സിംബോളിക് മീനുണ്ട്. നമ്മൾ എത്ര വൈൻ കുടിക്കുന്നു അത്ര മാത്രം നമ്മുടെ ജീവിതത്തിന്റെ ലഹരി ഉണ്ടെന്ന. ലഹരി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിരിക്കണ്ടാവും എന്താണ് ആ ലഹരി എന്ന്. ഓക്കെ, അപ്പൊ അറിഞ്ഞവരൊക്കെ മനസ്സിലാക്കിയാൽ മതി ജീവിതത്തിന്റെ ലഹരി എന്താന്ന്. അപ്പൊ അത്രയും നല്ലൊരു ലഹരി കലർന്ന ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സമ്മാനം ഇതാ പാരന്റ്സിന് പോയിരിക്കുകയാണ്. ഈ സമ്മാനമായിരുന്നു കാനായിലെ കല്യാണം. ഇവരിതിന് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവരെ ഫോട്ടോയുടെ ഉള്ളൊരു നല്ലൊരു മഗ്ഗാണിത്. സോ ഇത് 2 ഫോട്ടോ ഉണ്ട്, പ്രീ വെഡിങ് ഷൂട്ടും ഒപ്പം പിട്രോത്തലിന്റെയും. ഓക്കെ, സോ നല്ലൊരു ഗ്ലാസ് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്ത് ഒരുമിച്ച് ഉത്തരം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോ വീട്ടിലേക്ക് പോകാന്നുകൊണ്ട് അതും പോയി. ആ ശരി ശരി, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിന്ദൂരം ചാർത്തുന്ന ചടങ്ങാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഒരു കന്യക സുമംഗലയാവുമ്പോൾ ചാർത്തുന്ന ഒരു ഐഡന്റിഫിക്കൽ മാർക്കാണ്. ഓക്കെ, നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന ഒരു ചടങ്ങാണ്. റെവിൻ ഇപ്പോൾ ഇതാ സീമന്തരേഖയിൽ, നവ്യയുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താനായിട്ട് പോവുകയാണ്. ഒരു നുള്ളെടുത്ത് പതുക്കനെ മെല്ലെ മെതുവ റവി മെതുവ. ആൻഡ് റെവിൻ ഈസ് ഫോർ നവ്യ. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡീലൊക്കെ ബുക്ക് ചെയ്ത 2 ദമ്പതികളായി മാറിയിരിക്കുകയാണ്. ഇപ്പോ റെവിന്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ടാവും. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. വേണ്ട, നീ ഉദ്ദേശിച്ച പാട്ട് പാടിയേക്കും. സത്യമായിട്ടുണ്ട്. അതന്നെ കറക്റ്റ് പാടി നീ. എനിക്ക് വേണ്ടി എന്റെ മാമൻ ആ കാര്യം അലിപ്പിക്കുന്നതാണ്. ഇനി അടുത്തൊരു ചടങ്ങ്, ഇതുവരെ ഒറ്റ കല്യാണങ്ങൾക്കും മലയാള ചരിത്രത്തിൽ കാണാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്റർനാഷണൽ ലെവലിൽ പോലും ഇല്ലാത്ത നെക്സ്റ്റ് ഒരു ചടങ്ങിലേക്കാണ് പോണത്. പരസ്പരം മാസ്ക് ധരിപ്പിക്കുക. പിടിക്കൂ, അത് നിങ്ങളുടെ തന്നെ പടമുള്ള നല്ല അടിപൊളി മാസ്ക്. അപ്പൊ ആദ്യം നിങ്ങൾ മാസ്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക, എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിക്കുക. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു ചോദ്യം പാസ് ചെയ്തിട്ടാ. ചെറുക്കിന്റെ ഭാഗത്തുനിന്നും പെണ്ണിന്റെ ഭാഗത്തുനിന്നും ഒരു എക്സംഷൻ കേസിൽ ചില മത്സരങ്ങൾ സമ്മാനം പറയും കമ്പനിയിൽ ജോലിക്കാർ പങ്കെടുക്കരുതെന്ന്. അതുപോലെ പെണ്ണാമ്പിയൊരു വീട്ടിൽ നിന്ന് ബേബിച്ചായ പങ്കെടുക്കരുത്, റേസ് പങ്കെടുക്കണ്ട. പിന്നെയുള്ളൊരു പങ്കെടുത്തോ? ആണുങ്ങളുടെ വീട്ടിൽ നിന്ന്, അല്ല റെവിന്റെ വീട്ടിൽ നിന്ന് ഷീജ പങ്കെടുക്കണ്ട, റെജീനയും പങ്കെടുക്കണ്ട. പിന്നെ ആർക്കും വേണേൽ പങ്കെടുക്കാം. ആരെ റെഡിയായിട്ട് പറഞ്ഞാൽ ഏറ്റ് നിൽക്കാം. സിമ്പിൾ ചോദ്യം, വേഗം നീറ്റോ, സിമ്പിൾ കാര്യമുള്ളൂ. ചെറുക്കൻ്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്, അല്ല ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആരാ? ചോദ്യം ഇത്രയുള്ളൂ. നിന്നോടുള്ള ചോദ്യം റെവിനെ പറ്റിക്കണം. വാട്ട് യു നോ അബൌട്ട് റെവിൻ, അബൌട്ട് ഹിസ് ഹൗസ് നെയിം ഓർ ലൈക്ക് ദാറ്റ്. അപ്പൊ കണ്ണൊക്കെ അറിയാമോ, കുഴപ്പത്തിൽ മുതലാന്നറിയാം. ആ, ബാക്കി റെവിനെ കുറിച്ച്, റെവിൻ ഹിസ് ഫാമിലി എനിക്ക് ആദ്യം ഒരാഴ്ച മുമ്പാണ് ആക്ച്വലി പയ്യനെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. എനിക്ക് എക്സാക്ട്ലി ഫാമിലി ഇപ്പം അറിയാം, സിസ്റ്റേഴ്സും ബ്രദറും അങ്കിളുണ്ട്, എല്ലാവരും ഒന്നിച്ച് വീട്. ഇപ്പം എനിക്കറിയാം. പക്ഷെ എനിക്ക് അറിയാവുന്നത് ബേസിക്കലി വൺ ബിഗ് ഹാപ്പി ഫാമിലിയാണ് അത്. അവരുടെ പഴയ വലിയങ്ങളുടെ മൊബൈലിലാണ് ഞാൻ കണ്ടത്. ഏതോ നിങ്ങളുടെ ചേട്ടൻ്റെ ബിബിൻ ചേട്ടൻ്റെ എന്ന് പറഞ്ഞു, ബിബിൻ ചേട്ടൻ്റെ കല്യാണത്തിന് എല്ലാവരും ടീം തീമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് ഇതൊക്കെ കണ്ടപ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ഇത്രയും ഒരു ഒരുമയും യൂണിറ്റിയുള്ള ഒരു കുടുംബം, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ലൈക്ക് ഫുൾ ബാംഗ്ലൂർ ടോട്ട് ലോയൽ അത്രയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. പിന്നെ എൻഗേജ്മെന്റ് ദിവസം വന്നപ്പോഴാണ് സത്യമായിട്ട് ഞാൻ ആളാരാണെന്ന് അറിഞ്ഞത്. വെരി സ്വീറ്റ്. ഐ വാസ് വെരി ഇംപ്രസ്ഡ് ബൈ യു. സത്യമായിട്ടുണ്ടോ? ഞാൻ പറയാം, യു ആർ, ഞാൻ പറയാൻ തോന്നുന്നുണ്ട്, ബട്ട് ഷീ മെൻഷൻ, ചേച്ചി പറഞ്ഞു ഓൾ യുവർ ഫ്ലർട്ടി മെസ്സേജസ് ആൻഡ് ഓരോന്ന് യു ട്രൈങ്, both of you are trying, and
ഇല്ല എന്നെ പിന്നെ കൊന്നു. ഇല്ല സത്യമായിട്ടോ ഞാൻ പറയാം, എൻഗേജ്മെന്റ് ആ സമയത്ത് നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, ചേട്ടനും ചേച്ചി ഓവറായിട്ടുള്ള സെറ്റ് ആയിട്ടുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണോ സ്റ്റാർട്ട് മെസ്സേജിങ് നോൺ സ്റ്റോപ്പ്. എനിക്ക് ആദ്യം പെണ്ണ് ഉറപ്പിക്കൽ കഴിഞ്ഞിട്ട് ചേച്ചി ആദ്യം മെസ്സേജ് തുടങ്ങി. ചേച്ചി മെസ്സേജ് ചെയ്തപ്പോൾ ചേട്ടൻ ഞാൻ ഇപ്പം എന്തായാലും മൈക്ക് വന്നു, ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും പെൻഡിങ് റൈറ്റ് എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് മൈക്ക് വന്നതെന്ന്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. എനിക്ക് മൈക്ക് തന്നാലുള്ള പ്രശ്നം. ആ ചിരി കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഞാൻ ആദ്യത്തെ 2-3 ദിവസം അവിടെ പറയും. ചേച്ചി എന്നോടത് പറഞ്ഞു കഴിഞ്ഞിട്ട് മേ ബി 3 days after that പിന്നെ പറയുന്നു ഞാൻ പൊട്ടിയ മാതിരിയാ ടോക്കിംഗ് കണ്ടിന്യൂസ്ലി ടോക്കിംഗ്. ആരാ? ചേട്ടൻ, രവിൻ ചേട്ടൻ. സോ എന്നോട് പിന്നെയാണ് 23-ാം തീയതി വന്നപ്പോൾ കണ്ടത് ആളെ കണ്ടതും പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും ആ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്തുള്ള ഇൻട്രാക്ഷനും എവറിത്തിങ്. ഓൾ ഇൻ ഓൾ ഐ എം വെരി ഹാപ്പി യു മെറ്റ് ഹർ ആൻഡ് യു മെറ്റ് ഹിം. ദിസ് ഈസ് വാട്ട് ഐ നേരത്തെ പാട്ട് പാടി പോലെ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു. ഓക്കെ, എസ്ഐക്കുള്ള ഗ്രേസ് കാമിയ. ഇതില് ആണിന്റെ വീട്ടിൽ നിന്ന് പറയാമെന്ന ആള് ശരിയാണ്. അതായത് ഞാൻ ചോദിച്ചത് ഇത്രയ്ക്ക് അല്ല, അങ്ങനെ പറഞ്ഞില്ല. റെവിൻ ചാലക്കലാണ് വീട്ടുപേര്, അമ്മയുടെ ഏകമകനാണ്, അല്ലെങ്കിൽ അമ്മക്കാണ്. ഇത്രയും വേണ്ടോ? ടോട്ടൽ ഗ്യാസിൽ ഡിവിഷൻ സൗത്ത് കർണാടക ഡിവിഷൻ മാനേജറാണ്. ഇത്ര ഞാൻ ഉദ്ദേശിച്ചല്ലോ. അവള് പക്ഷെ നവീനെ കുറിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ അഞ്ചാമത്തെ പെങ്ങളാണ്, ഒരു തെരി നാണുണ്ട്. അപ്പോൾ അന്ന് അളിയൻ ഭയങ്കര ഫോർവേഡ് ആണ്. അപ്പോൾ അവള് പറഞ്ഞത് കൊഴുക്കട്ട ഹൗസ്, സോഫി തോമസ്, ആമസോണിൽ ജോലി ഉണ്ടെന്ന് എത്രയല്ല പറയണ്ടോന്ന് എന്നോട് ചോദിച്ചു. അത് പറയാൻ അവൾക്ക് നാണം അനുവദിക്കാത്ത കാരണം ആ സമ്മാനം നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഈ നീല ഒറിയിട്ടോണ ചെയറിന്റെ ബാക്കിൽ ഒരു കറുത്ത സെല്ലോ ടൈപ്പ് ഉണ്ട്, ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ട്, ഒരു ഇൻഡു മാർക്ക് ഇട്ടുണ്ട്. ആരുടെ കസേരയാണെന്ന് വെച്ച് നോക്കിക്കോ, അവർക്ക് കിട്ടും. ഒരു ഉണ്ണീനെ അവള് ഉദരത്തിൽ വഹിക്കുന്നുണ്ട്. അപ്പൊ ബേബിന്റെ അടക്കം സന്തോഷത്തിന് അവളത് സമ്മാനം മേടിക്കാൻ പോലെ. ഇന്നത്തെ ഒരു ഒഫീഷ്യൽ സെറമണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമാണ്. ഇനി അടുത്തതായിട്ട് ചെക്കൻ്റെ വീട്ടുകാരെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഞങ്ങളുടെ 8-10 ദിവസത്തെ കഠിന എന്താ പറയുക പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള റവിൻ മാസ്റ്ററിൻ്റെ കൊറിയോഗ്രാഫിയിൽ ഞങ്ങളൊരു 10-12 മിനിറ്റിൻ്റെ ഒരു അടിപൊളി ചടുല നൃത്തമാണ് ഇവിടെ നയിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ സോറി. ഓക്കെ, അപ്പം ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. സോ ഇവിടെ ഇത്രയും നേരം ഈ വേദിയിൽ പങ്കിട്ട റവിൻ്റെ അമ്മയ്ക്കും ഒപ്പം തന്നെ നവ്യയുടെ മാതാപിതാക്കൾക്കും 1000 നന്ദി. കണ്ണിൽ ചന്ദ്രനിലാവല്ലേ ഞാനും കണ്ടു കൊതിച്ചില്ലേ ആ
नाचा जो ट्विटर पे ट्रेंड हो गया। नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया। मेरे इशारे पे तो दिन दिन नाचा जो ट्विटर पे ट्रेंड हो गया। नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया। सारी दुनिया में एक ही फेमस है, मुंबई हो या और दिखा दूं तुझे मेरा वाला डांस। ये है मेरा वाला डांस, तो नाचू। ये है मेरा वाला डांस, तो नाचू। ये है मेरा वाला डांस। മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്. ഇനി കാത്തിരുന്നൊരാ നാളെത്തി, ഒട്ടിയൊട്ടികിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള.
നെറുകയിൽ ഞൊടിയിൽ നീ മുഖരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ ഹിമമഴയായി വരൂ ഹൃദയം ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺചിമ്മിടാതെ എൻ ജീവനേ ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിരുന്നിൽ നീ എന്നമ്മലേ മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്ന സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുന്നു. കന്യകമാരെല്ലാം ഉണർന്നെഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന റെവിനെയും നബിയെയും ഈ ദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും ഇവർ പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്തിം വരെ ഇവർ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആർത്തിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കോ പ്രതിഷ്ഠ. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തിലുള്ളവരെയും ആത്മീയവും ശാരീരികവുമായ ഇടപെടലിൽ നിന്ന് ഞങ്ങൾക്ക്
സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. പാവനാത്മാ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. നീലാവിൻ നീരല പോലെ നീലാമ്പൽ പൂക്കൾ വിരിയേ മായാതെ മായും സന്ധ്യാതീരം രാവിൻ ചില്ലതൻ മേലെയാടിയിടവേ കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻ മുഖം. കളകളം തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം. നാട്ടുവരമ്പിൻ തുമ്പപ്പൂവിൽ തെന്നിത്തിരിക്കും മഞ്ഞുതുള്ളികൾ. ആരും കാണാ വർണ്ണം ചൂടുന്നേ കാറ്റിൻ കയ്യിൽ പ്രാണം തുള്ളുന്നേ. ദൂരത്തായി നിന്നാലും ചാരത്തായി വന്നാലും നിന്നിഴൽ ഞാനെന്നുമേ. കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻ മുഖം. കളകളം തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം. പുഴയിൽ നീന്തും പരൽമീൻ പോലൻ മിഴികൾ തിരയുന്നു. ഇരവിൽ പൂക്കും മിന്നലായി നീ മനസ്സിൽ തെളിയുന്നു. പുഴയിൽ നീന്തും പരൽമീൻ പോലെ മിഴികൾ തിരയുന്നു. ഇരവിൽ പൂക്കും മിന്നലായി നീ മനസ്സിൽ തെളിയുന്നു. കുഞ്ഞോലയാൽ കൂടൊരുക്കാം കൂടെ നീ പോരുമെങ്കിൽ. പുത്തിലങ്ങി മരത്തണലിൽ പോയിടാം. ഒരു മഴവില്ലിൻ ഊയലാടിടാം. നീലാകാശപ്പൊയ്കയിൽ നിന്നും പൂക്കൾ നുള്ളിടാം. കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻ മുഖം. ഇലകൾ തമ്മിൽ പുണരാൻ വീണ്ടും തെന്നൽ ഇഴ നെയ്യുന്നു. നറുതേൻ തേടും ശലഭം മെല്ലെ പൂവിൻ ചൊടി നുകർന്നു.
വഞ്ചി വെഞ്ചാമരങ്ങൾ